ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് വന്ദന. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSEB ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കുള്ള സെക്കൻഡ് മൊഡ്യൂൾ ആയിട്ടുള്ള ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. CSEB ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ മെയിനായിട്ട് 6 മൊഡ്യൂൾസ് ആണ് വരുന്നത്. അതിനകത്തെ സെക്കൻഡ് മൊഡ്യൂൾ ആണ് ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്നുള്ളത്. അതിനകത്ത് കമ്പ്യൂട്ടർ ടൈപ്സ്, ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ജനറേഷൻസ്, അതേപോലെ തന്നെ പിന്നീട് വരുന്നത് നമുക്ക് ഏതൊക്കെയാണ് ഇന്ത്യൻ കമ്പ്യൂട്ടേഴ്സ് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്കിലെ ഫസ്റ്റ് പാർട്ടിലേക്ക് പോവാം. നമ്മളിപ്പോൾ വിവിധ തരത്തിലുള്ള കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ടല്ലേ, അതൊക്കെ കാലങ്ങൾ കൊണ്ട് ഇങ്ങനെ പരിണമിച്ചിട്ടാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു വേർഷനിലേക്ക് എത്തുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. എന്താണ് നമ്മൾ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ എന്നല്ല, ഒരു കമ്പ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അബാക്കസുകളായിരുന്നു. അതായത് ബേസിക് കമ്പ്യൂട്ടേഷൻസ്, അതായത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ, അഡിഷൻ, സബ്ട്രാക്ഷൻ അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിൽ, അതായത് 3000 BC നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഏതായിരുന്നു? അബാക്കസ് ആയിരുന്നു. അതിനുശേഷം പിന്നീട് നാപ്പിയേഴ്സ് ബോൺസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നു. അതായത് ഇവിടെ ഇതിൻ്റെ തന്നെ, അതായത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടി തന്നെ ഡെവലപ്പ് ചെയ്തിരുന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു നാപ്പിയേഴ്സ് ബോൺസ് എന്ന് പറയുന്നത്. അത് ഏകദേശം AD 1617 നമ്മൾ യൂസ് ചെയ്തിരുന്നത്. അതിന് ഇൻവെൻറ്റ് ചെയ്തത് ജോൺ നാപ്പിയർ എന്ന് പറയുന്ന ആളായിരുന്നു. ഓക്കെ, അപ്പോൾ പിന്നീട് അതൊക്കെയായിരുന്നു നമ്മൾ ബേസിക്കലി ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കമ്പ്യൂട്ടേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടെക്നിക്കുകൾ എന്ന് പറയുന്നത്. പിന്നീട് ഇങ്ങനെ വന്നപ്പോൾ പിന്നീട് നമ്മൾ മുന്നോട്ട് പോകും തോറും ബ്ലേസ് പാസ്കൽ എന്ന് പറയുന്ന ആൾ, അത് ഏത് വർഷമാണ്? 1642 ആദ്യത്തെ ഒരു മെക്കാനിക്കൽ കാൽക്കുലേറ്റർ ഡെവലപ്പ് ചെയ്തു. അതാണ് നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് അല്ലേ. മെക്കാനിക്കൽ കാൽക്കുലേറ്റർ 1642 ഡെവലപ്പ് ചെയ്തത് ആരായിരുന്നു? ബ്ലേസ് പാസ്കൽ ആയിരുന്നു. ഓക്കെ, ആ ഒരു കാൽക്കുലേറ്ററിനെ എങ്ങനെയാണ് നെയിം ചെയ്തത്? പാസ്കലിൻ എന്നാണ് നെയിം ചെയ്തത്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ബേസിക് ആയിട്ടുള്ള എല്ലാ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. അതായത് നമുക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പാസ്കലിൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട്, ബേസിക് ആയിട്ട് അഡിഷനും സബ്ട്രാക്ഷനും തന്നെയായിരുന്നു മേജറായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഇത് മുന്നോട്ട് പോയി പിന്നീട് അതിനിടയ്ക്ക് വേറെ ആൾക്കാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന പാസ്കലിൻ എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസിനെ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്ഗ്രേഡ് ചെയ്ത് വേറെ വേർഷൻസ് ഒക്കെ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നീടാണ് ചാൾസ് ബാബേജിലേക്ക് നമ്മൾ വരുന്നത്. അതായത് നമ്മുടെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് നമ്മൾ പറയും അല്ലേ. അതായത് ആദ്യമായിട്ട് ഒരു അനലിറ്റിക്കൽ എൻജിൻ ഡിസൈൻ ചെയ്തു അല്ലേ. ഇതിനു മുമ്പ് ആൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു എൻജിൻ ഡെവലപ്പ് ചെയ്തു. അതായത് ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിവൈസ് ഡെവലപ്പ് ചെയ്തു. അതിനുശേഷമാണ് ഒരു അനലിറ്റിക്കൽ എൻജിൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുവഴിയാണ് ആളെ എങ്ങനെ നമ്മൾ വിളിക്കപ്പെടാൻ തുടങ്ങിയത്? ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് നമ്മൾ വിളിച്ചു തുടങ്ങിയത് ഈ ഒരു എൻജിൻ ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ്. അതായത് ഈ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആളെ സഹായിക്കാനായിട്ട് ഒരാൾ ഉണ്ടായിരുന്നു. ആളുടെ സഹായത്തോടെ എന്ത് ചെയ്തു? ചെറിയ അത് ആളെയാണ് നമ്മൾ ഒരു പ്രോഗ്രാമർ എന്ന് ആദ്യമായിട്ട് വിളിക്കുന്നത്. ഈ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ആദ്യമായിട്ട് പ്രോഗ്രാമിംഗ് ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കുമെന്നൊരു തോട്ട് ഉണ്ടാകുന്നത് ഈ ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ അത് ഏത് വർഷമാണെന്ന് നമുക്ക് പറയാം? 1830s നമ്മൾ ആദ്യമായിട്ട് ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ബേസിക് കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് ആരെ പറയാൻ പറ്റും? ചാൾസ് ബാബേജിനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നീട് എങ്ങനെ വന്ന് നമുക്ക് ആദ്യമായിട്ടുള്ള കമ്പ്യൂട്ടറുകൾ വന്നു. പിന്നീട് എന്ത് ചെയ്തു? നമുക്ക് എന്താണ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അതായത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, മിനി കമ്പ്യൂട്ടേഴ്സ് അങ്ങനെ പറഞ്ഞ് കുറേ കാറ്റഗറീസ് ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഏറ്റവും ചെറിയ വേർഷൻസിൽ വരെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കമ്പ്യൂട്ടേഴ്സ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? അബാക്കസിൽ ആയിരുന്നു. കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് തുടങ്ങുന്നത്? കമ്പ്യൂട്ടറിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. നമ്മളിപ്പം AI വരെയൊക്കെ എത്തിത്തുടങ്ങി അല്ലേ. പിന്നീട് നമുക്കിനി അടുത്ത ജനറേഷൻസിലേക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് AI ജനറേറ്റഡ് കമ്പ്യൂട്ടറുകൾ വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു ചാൾസ് ബാബേജ്
എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ആ ഒരു അനലിറ്റിക്കൽ എഞ്ചിൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് തുടങ്ങുന്നത്, ഒരു പ്രോഗ്രാമിംഗ് കൂടി നമുക്ക് അവിടെ യൂസ് ചെയ്യാം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും വളരെ വലിയൊരു കോൺട്രിബ്യൂഷൻ തന്നിട്ടുള്ള ഒരാളാണ് അലൻ ട്യൂറിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനുശേഷം ഒരു ട്യൂറിംഗ് മെഷീൻ ആര് ജനറേറ്റ് ചെയ്തു, അലൻ ട്യൂറിംഗ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ട്യൂറിംഗ് മെഷീൻ കൺസെപ്റ്റ് എന്നാണ് അതിനെ പറയുന്നത്. നമ്മൾ എന്താണ് ട്യൂറിംഗ് മെഷീൻ കൺസെപ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ എന്തുകൊണ്ട് കമ്പ്യൂട്ടറിന് മനുഷ്യൻ ഉപയോഗിക്കുന്നത് പോലെ അല്ലെങ്കിൽ അവർ തിങ്ക് ചെയ്യുന്നത് പോലെ കമ്പ്യൂട്ടറിന് ചിന്തിച്ചുകൂടാ, ആ ഒരു രീതിയിലുള്ള ഒരു തോട്ടാണ് ഏത് കൺസെപ്റ്റിലേക്ക് വരുന്നത്, ട്യൂറിംഗ് മെഷീൻ കൺസെപ്റ്റ് കൊണ്ടുവരാനായിട്ട് അലൻ ട്യൂറിങ്ങിനെ എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു മെയിനായിട്ട് വരുന്നൊരു കൺസെപ്റ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, പിന്നീട് നമുക്ക് ആദ്യമായിട്ട് ജനറൽ പർപ്പസിന് വേണ്ടി, അതായത് നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഏത് ടാസ്കും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ഏത് പറയാ, ENIAC 1946 ഈ ഒരു കമ്പ്യൂട്ടർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. എന്താണ് ENIAC എന്ന് പറയുന്നത്? ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. ഇങ്ങനെയാണ് ENIAC എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറാണ് ENIAC എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളിപ്പം ഏകദേശം എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു ഹിസ്റ്ററിയിൽ വരുന്ന പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളൊക്കെ നമ്മൾ നോക്കി. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വളരെ ഡീപ്പായിട്ട് തന്നെ പഠിക്കാനായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെയാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. എന്താണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്? സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ടും പവർഫുൾ ആയിട്ടും വർക്ക് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടേഴ്സാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവർ മെയിനായിട്ടും എവിടെയാണ്, നമുക്ക് സയൻറ്റിഫിക് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സയൻറ്റിഫിക് സിമുലേഷൻസ് അല്ലെങ്കിൽ വെതർ എന്ത് ചെയ്യുക, വെതർ ഫോർകാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെക്നിക്കലായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടേഴ്സുകളെ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുകൾ. എന്താണ് മെയിൻ ഫ്രെയിം എന്ന് പറയുന്നത്? യൂസ്ഡ് ബൈ ലാർജ് ഓർഗനൈസേഷൻസ്, അതായത് വലിയ വലിയ ഓർഗനൈസേഷൻസിന് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് നമ്മൾ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുകളെ ഉപയോഗിക്കുന്നത്. അവർക്കപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, വലിയ ഡേറ്റാസിനെ എന്ത് ചെയ്യേണ്ടി വരും, പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ടും ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും അല്ലേ. ആ സമയത്താണ് നമ്മൾ ഏത് കമ്പ്യൂട്ടറുകളിലേക്ക് വരുന്നത്, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുകളിലേക്ക് വരുന്നത്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഏത് പറയാം, ബാങ്കിങ്ങിനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തൊരു കാറ്റഗറിയാണ് മിനി കമ്പ്യൂട്ടേഴ്സ്. മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എന്താണ്, നമ്മളൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈക്രോ ആണ് അല്ലേ. അതിനേക്കാളും കുറച്ചും കൂടെ വലുതാണ് മിനി കമ്പ്യൂട്ടേഴ്സ്. മിഡ് സൈസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അതായത് കൂടുതലായിട്ടും എവിടെയാണ്, മാനുഫാക്ചറിങ് പ്രോസസ്സുകളൊക്കെ നടക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഏതിനെ ഉപയോഗിക്കുക, മിനി കമ്പ്യൂട്ടറുകളെ യൂസ് ചെയ്യുന്നത്. അടുത്ത ടൈപ്പാണ് വർക്ക് സ്റ്റേഷൻസ്. എന്തിനാണ് വർക്ക് സ്റ്റേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്, എവിടെയാണെന്ന് കാണിച്ചിരിക്കുന്ന ടെക്നിക്കൽ അല്ലെങ്കിൽ സയൻറ്റിഫിക് ആപ്ലിക്കേഷൻസിൽ അവിടേക്ക് അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ വർക്ക് സ്റ്റേഷൻസുകൾ യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ഹൈ പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റംസ് ആണ് ഈ വർക്ക് സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഏരിയാസിലായിരിക്കും നമ്മൾ ഏതിനെ ഉപയോഗിക്കുക, വർക്ക് സ്റ്റേഷൻസിനെ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് എംബഡഡ് സിസ്റ്റംസ് ആണ്. എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒരു ഹാർഡ്വെയറിൻ്റെ കൂടെ ഒരു സോഫ്റ്റ്വെയറും കൂടെ ചേർത്ത് വെച്ച് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എംബഡഡ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ATM ആണ്. ATM എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹാർഡ്വെയർ സിസ്റ്റമാണ്, പക്ഷേ അതിനുള്ളിൽ എന്ത് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെയുള്ള സിസ്റ്റങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എംബഡഡ് സിസ്റ്റംസ് എന്ന് വിളിക്കുന്നത്. കമ്പ്യൂട്ടേഴ്സ് വിത്തിൻ ഡിവൈസസ് ലൈക്ക് വാഷിംഗ് മെഷീൻ, ATM, ട്രാഫിക് ലൈറ്റ്സ്, ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് എംബഡഡ് സിസ്റ്റമായിട്ട് പറയാനായിട്ട് സാധിക്കും. ഇതെല്ലാം എന്തിന് എക്സാമ്പിളുകളാണ്, ഓരോരോ കമ്പ്യൂട്ടറുകൾക്ക് എക്സാമ്പിളുകൾ ആണ്. അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് പറഞ്ഞു, ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സും ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി അടുത്തത് ഏതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു കമ്പ്യൂട്ടറിലേക്ക് വരുന്ന ആ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലേ, ആ ട്രാൻസിഷൻ സമയത്ത് ഏതൊക്കെ കമ്പ്യൂട്ടറുകൾ നമ്മൾ യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ടെക്നോളജികൾ യൂസ് ചെയ്തു അല്ലേ. ഇതിനെയൊക്കെ നമുക്ക് ഓരോരോ ജനറേഷൻസ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ജനറേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം.
ഒന്നാമത്തേത് ഏതാണ്? ഫസ്റ്റ് ജനറേഷൻ ആണ് അല്ലേ? ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ഏത് കാലയളവാണ്? 1940 മുതൽ 56 വരെയുള്ള ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഏതാണ്? സെക്കൻഡ് ജനറേഷനിൽ 1956 മുതൽ 63 വരെ. പിന്നെ വരുന്നത് തേർഡ് എങ്ങനെയാണ്? 64 മുതൽ 71. ഇപ്പം നമ്മൾ അറ്റ് പ്രസൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഫോർത്തും ഫിഫ്ത്തും. നമ്മളത് ഫ്യൂച്ചറിലേക്കും കൂടിയുള്ള കാര്യങ്ങളാണ് ഇവിടെ വരിക. ഈ ഫിഫ്ത്ത് ജനറേഷനിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. ഇത് ഓരോന്നും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്? വാക്വം ട്യൂബുകളായിരുന്നു. വാക്വം ട്യൂബുകളും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഡ്രമ്മുകളും ഒക്കെ ആയിരുന്നു നമ്മൾ ഈ കാലഘട്ടത്തിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കമ്പ്യൂട്ടറുകളിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വളരെ വലുതായിരിക്കും, വളരെ വലിയതും അതുപോലെ തന്നെ അതിന് പ്രവർത്തിക്കാനായിട്ട് കുറേ അധികം പവർ ആവശ്യമുള്ള ഒരു രീതിയിലുള്ള കമ്പ്യൂട്ടേഴ്സാണ് ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടായിരുന്നത്. അതിന് എക്സാമ്പിളായിട്ട് ഇവരെയൊക്കെ പഠിക്കുക. ENIAC, UNI, VAC ഇതൊക്കെ എന്താണ്? ആ കാലഘട്ടങ്ങളിൽ ഡെവലപ്പ് ചെയ്തിരുന്ന കമ്പ്യൂട്ടറുകൾക്ക് എക്സാമ്പിളുകളാണ്. ഓക്കെ, അതേപോലെ തന്നെ ഫസ്റ്റ് ജനറേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളിൽ മെഷീൻ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എന്താണ്? സീറോസ് ആൻഡ് വൺസ് വരുന്നതാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയങ്ങളിൽ ഡെവലപ്പ് ചെയ്ത എല്ലാ സിസ്റ്റങ്ങളിലും കൂടുതലായിട്ടും എങ്ങനെയായിരുന്നു നമ്മൾ ലാംഗ്വേജുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? മെഷീൻ ലെവലായിരുന്നു. അതായത് സീറോസ് ആൻഡ് വൺസ് ആയിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്തിരുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് കമ്പ്യൂട്ടറിനോട് അല്ലേ? ഓക്കെ, അത്രയാണ് നമുക്ക് ഫസ്റ്റ് ജനറേഷനെ കുറിച്ചിട്ട് പറയാനായിട്ടുള്ളത്. അടുത്ത ജനറേഷനാണ് സെക്കൻഡ് ജനറേഷൻ. സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് വാക്വം ട്യൂബുകളായിരുന്നു പഠിച്ചത് അല്ലേ? അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ വാക്വം ട്യൂബുകളെയൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ എന്ത് വരുന്നു? ട്രാൻസിസ്റ്ററുകളെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നു. ട്രാൻസിസ്റ്ററുകളെയാണ് സെക്കൻഡ് ജനറേഷനിൽ നമ്മൾ യൂസ് ചെയ്തത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതാണ്, കമ്പാരിറ്റീവ്ലി മറ്റേതിനേക്കാളും എന്താണ്? ചെറിയതായിരുന്നു, പക്ഷേ ഫാസ്റ്ററായിട്ട് വർക്ക് ചെയ്യും. എന്താണ് റിലയബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന ഡേറ്റ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? പ്രോസസ്സ് ചെയ്ത് അതിനെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു അല്ലേ? അതാണ് റിലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഫസ്റ്റ് ജനറേഷനേക്കാളും കുറേ കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റംസ് ആണ് ഇവിടെ വരുന്നത്. സെക്കൻഡ് ജനറേഷനിൽ വന്നത് അവിടെ ട്രാൻസിസ്റ്ററുകളെയാണ് നമ്മൾ യൂസ് ചെയ്തത്. പിന്നെ പ്രധാനപ്പെട്ടത് ഓർക്കേണ്ടതാണ് അസംബ്ലി ലാംഗ്വേജസ്. അസംബ്ലി ലാംഗ്വേജ് നമ്മൾ തൊട്ട് മുമ്പ് മെഷീൻ ലാംഗ്വേജസ് ആയിരുന്നു ഫസ്റ്റ് ജനറേഷനിൽ പഠിച്ചതെങ്കിൽ സെക്കൻഡ് ജനറേഷനിലേക്ക് വരുമ്പോഴത്തേക്കും എന്താ ഉപയോഗിക്കുക? അസംബ്ലി ലാംഗ്വേജുകളെയാണ് ഉപയോഗിക്കുന്നത്. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മെഷീൻ ലെവൽ സീറോസ് ആൻഡ് വൺസ് ആണെന്ന് പറഞ്ഞല്ലോ, അതെന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് എപ്പോഴും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? എല്ലാ കാര്യങ്ങളും സീറോസ് ആൻഡ് വൺസ് ആയിട്ട് എഴുതുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏതിലേക്ക് വരുന്നത്? അസംബ്ലി ലാംഗ്വേജിലേക്ക് വരുന്നത്. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുമ്പം സിമിലർ ടു ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷിലെ പല പല ടേമുകളും യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ കമ്പ്യൂട്ടറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള ലാംഗ്വേജാണ് അസംബ്ലി ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അപ്പം മെഷീൻ ലെവലിൻ്റെ ബുദ്ധിമുട്ടുകൾ ഓവർകം ചെയ്യാനായിട്ടാണ് നമ്മൾ അസംബ്ലി ലാംഗ്വേജുകളെ യൂസ് ചെയ്തത്. ആ സമയത്ത് ഡെവലപ്പ് ചെയ്ത സിസ്റ്റങ്ങൾക്ക് എക്സാമ്പിളാണ് ഈ തന്നിരിക്കുന്ന IBM-ഉം CDC എന്ന് പറയുന്നതും. ഓക്കെ, അടുത്തത് തേർഡ് ജനറേഷൻ ആണ്. തേർഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ 1964 മുതൽ 71 വരെയുള്ള ആ ഒരു കാലഘട്ടമാണ് തേർഡ് ജനറേഷൻ എന്ന് പറയുന്നത്. തൊട്ടു മുമ്പ് ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിച്ച സ്ഥലത്ത് തേർഡ് ജനറേഷൻ വന്നപ്പോഴേക്കും നമ്മൾ എന്തിനെ ഉപയോഗിക്കാൻ തുടങ്ങി? ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് അല്ലെങ്കിൽ IC നമ്മൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഓരോ കാലഘട്ടം കഴിയുന്തോറും എന്ത് ചെയ്യാണ്? കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരികയാണ് അല്ലെ? എഫിഷ്യൻസി കൂട്ടിക്കൂട്ടി കൊണ്ടുവരികയാണ്. നമുക്ക് ട്രാൻസിസ്റ്റേഴ്സിനെക്കാളും കൂടുതൽ സ്പീഡിൽ പ്രവർത്തിക്കാനായിട്ട് ആർക്ക് സാധിച്ചു? തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകൾക്ക് സാധിച്ചു. ഇൻക്രീസിങ് സ്പീഡ് ആൻഡ് എഫിഷ്യൻസി. എഫിഷ്യൻസിയും സ്പീഡും കമ്പാരിറ്റീവ്ലി ഇതിന് കൂടുതൽ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ഫീച്ചേഴ്സായിട്ട് പറയാൻ പറ്റുന്നത്? സ്മോളറാണ്, ചീപ്പറാണ്. ചീപ്പർ നമുക്ക് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ളത് വളരെ കുറഞ്ഞ ചിലവിൽ നടക്കുന്ന ഒരു കാര്യമായിട്ട് മാറി. ഓക്കെ, തൊട്ട് മുമ്പത്തെ നമ്മൾ പറഞ്ഞില്ലേ, അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ട് ആയിരുന്നു അല്ലേ?
തേർഡിലേക്ക് വന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള പോരായ്മകളെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റി, കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഈ സമയത്ത് അതായത് തേർഡ് ജനറേഷൻ വരുമ്പോൾ ആ ലാംഗ്വേജിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ആദ്യത്തെ ജനറേഷൻ മെഷീൻ, പിന്നെ അസംബ്ലി, പിന്നീട് വരുമ്പോഴേക്കും നമ്മൾ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലേക്ക് വരുന്നു. അതായത് അസംബ്ലിയിലായാലും മെഷീനിലായാലും എന്താണ്, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല അല്ലേ, അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാൻ തുടങ്ങി, പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്താണ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്? നമുക്ക് ഹ്യൂമന് കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ ഹ്യൂമന് മനസ്സിലാവുന്ന ഭാഷയിൽ റൈറ്റ് ചെയ്യുന്നതാണ് ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത് അല്ലേ. അതൊരിക്കലും ആർക്ക് ഡയറക്റ്റ്ലി റീഡ് ചെയ്യാൻ പറ്റില്ല, കമ്പ്യൂട്ടറിന് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യും, നമ്മൾ കൊടുക്കുന്ന ലാംഗ്വേജിനെ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്ത് സീറോസ് ആൻഡ് വൺസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ യൂസ് വരുന്നത് എവിടെയാണ്, തേർഡ് ജനറേഷൻ എത്തിയപ്പോഴാണ്. ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്ത് ഏതൊക്കെയായിരുന്നു, കോബോള്, ഫോർട്രാൻ ഒക്കെ നമ്മൾ ആ സമയത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് എക്സാമ്പിളാണ്. അതേപോലെ തന്നെ ആ സമയത്ത് ഡെവലപ്പ് ചെയ്തിരുന്ന സിസ്റ്റത്തിന് എക്സാമ്പിളായിട്ട് IBM 360 സീരീസ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി വരുന്നതാണ് ഫോർത്ത് ജനറേഷൻ. ഫോർത്ത് ജനറേഷൻ എന്ന് പറയുമ്പോൾ 1971 മുതൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ ഏത് കാറ്റഗറിയിലാണ്, ഫോർത്ത് ജനറേഷനിലാണ്. അതായത് ഇവിടെ നമുക്ക് ആദ്യം പഠിച്ചെടുത്തു നിന്ന് എന്ത് ചെയ്തു, ഓരോരോ വ്യത്യാസങ്ങൾ വന്നു. ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി ഏതാണ് യൂസ് ചെയ്യുന്നത്, മൈക്രോ പ്രോസസ്സറുകൾ വരെ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അല്ലേ. തൊട്ട് മുമ്പത്തെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ട്രാൻസിസ്റ്ററുകളിലായിരുന്നു ലാസ്റ്റ് വന്നത്. ഇപ്പോൾ നമ്മൾ അതിൽ നിന്നും മാറി ഇപ്പോൾ ഏതാണ് യൂസ് ചെയ്യുന്നത്, മൈക്രോ പ്രോസസ്സറുകളാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഓക്കെ, അതേസമയം അതേപോലെ തന്നെ നമുക്ക് അവിടെ എന്തിൻ്റെ ഇൻട്രൊഡക്ഷൻ കൂടി വന്നു, നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടറുകളൊക്കെ ഡെവലപ്പ് ചെയ്തത് ഈ ഒരു ഫോർത്ത് ജനറേഷൻ്റെ ടൈമിലാണ്. അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ ഡിവൈസുകളുണ്ടല്ലോ, ഇതിൽ കണക്ട് ചെയ്യുന്ന ചെറിയ ചെറിയ ഡിവൈസുകളുടെയൊക്കെ ഇൻട്രൊഡക്ഷൻ വരുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ആണ്. അതായത് GUI എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസുകൾ, മൗസ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ ഹാൻഡ് ഹെൽഡ് ഡിവൈസുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് ഈ ഒരു ഫോർത്ത് ജനറേഷനിൽ ആണ്. എക്സാമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഏതൊക്കെയാണ്, ആപ്പിൾ, മാക്കിൻടോഷ്, IBM PCS, ഇതൊക്കെ നമ്മൾ ഏത് സമയത്ത് ഡെവലപ്പ് ചെയ്തതാണ്, ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ട് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഏതാണ്, ഫോർത്ത് ജനറേഷൻ ആണല്ലേ. ഇനി അടുത്തതാണ് ഫിഫ്ത്ത് ജനറേഷൻ. ഈ ഫിഫ്ത്ത് ജനറേഷനിലേക്ക് വരുന്ന സമയത്താണ് നമ്മൾ ഏത് ടെക്നോളജി ഉപയോഗിക്കാൻ തുടങ്ങുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ AI, അതേപോലെ തന്നെ മെഷീൻ ലേണിംഗ് ഒക്കെ നമ്മൾ വരും കാലങ്ങളിൽ അല്ലെങ്കിൽ നമുക്കിപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നീട് മുന്നോട്ട് അങ്ങോട്ട് പോകും തോറും എന്തെയാണ്, ഈ ടെക്നോളജീസ് ഒക്കെ കുറേ കൂടെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ഫിഫ്ത്ത് ജനറേഷനകത്ത് വരുന്നത്. ഇവിടെ നമുക്ക് യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഏതൊക്കെ പറയാൻ പറ്റും, ന്യൂറൽ നെറ്റ്വർക്ക്, നാച്ചുറൽ ലാംഗ്വേജ്, NLP എന്നൊക്കെ പറയും അല്ലേ. ഈ ടെക്നിക്കുകളൊക്കെ വരുന്നത് എവിടെയാണ്, ഈ ഒരു ഫിഫ്ത്ത് ജനറേഷനിലാണ്. അപ്പോൾ ഫിഫ്ത്ത് ജനറേഷനിൽ നമുക്ക് AI പോലെയുള്ള ടെക്നിക്കുകളുടെ ഇൻട്രൊഡക്ഷനാണ് നടക്കുന്നത്. ഓക്കെ, എക്സാമ്പിളുകളായിട്ട് വോയിസ് അസിസ്റ്റൻസ്, റോബോട്ടിക്സ്, അതൊക്കെ നമുക്ക് ഏതിൽ പറയാൻ പറ്റും, ഈ ഒരു ഫിഫ്ത്ത് ജനറേഷനിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ വരുന്നത് നമ്മൾ ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കമ്പ്യൂട്ടറുകളാണ്. ഒന്നാമത്തെ TI-FRAC ആണ്. അത് 1960 ആദ്യമായിട്ട് കമ്പ്യൂട്ടർ ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ കമ്പ്യൂട്ടറാണ് ഏത്, TI-FRAC എന്ന് പറയുന്നത്. പിന്നെ ECIL ആണ്. ECIL എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യയുടെ ആദ്യത്തെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന CDAC എന്താണ്, CDAC സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് ആണ് CDAC പരം എന്ന് പറയുന്ന ഒരു സീരീസ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു സീരീസ് ഡെവലപ്പ് ചെയ്തിരുന്നു. അതും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഡെവലപ്മെൻ്റ് ആണ്. ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം നമുക്ക് CSEB എക്സാമിന് അല്ലെങ്കിൽ CSEB ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എക്സാമുകളിൽ നമുക്ക് മെയിനായിട്ട് 6 മൊഡ്യൂളുകളാണ് വരുന്നത്. അതിനകത്തെ രണ്ടാമത്തെ മൊഡ്യൂളിലെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളത്. അതായത്
ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇതിനകത്ത് തന്നെ നമുക്ക് വളരെ ഡീപ്പായിട്ട് ഓരോന്നിനെ കുറിച്ചും സംസാരിക്കാനായിട്ടുണ്ട്. നമുക്ക് വളരെ ചുരുങ്ങിയ സമയത്തിൽ നമ്മൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമായിരിക്കും. ഓക്കെ, ഇത് മാത്രമല്ല, CSEB ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഏപ്രിൽ 30 വരെയാണ് നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇത്തവണത്തെ എക്സാമുകളിൽ കുറേ വ്യത്യാസമുണ്ട്. ലാസ്റ്റ് നടന്ന എക്സാമിനേക്കാളും നമുക്ക് മാർക്കുകളുടെ ഡിസ്ട്രിബ്യൂഷൻ തന്നെ ഡിഫറെൻ്റ് ഉണ്ടായിരിക്കും. അതായത് ലാസ്റ്റ് നടന്ന എക്സാമുകളിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ 1/2 മാർക്കായിരുന്നുവെങ്കിൽ ഇത്തവണ 1 മാർക്കായിരിക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതേപോലെ തന്നെ 100 ചോദ്യങ്ങളായിരിക്കും നമുക്ക് ഇത്തവണത്തെ എക്സാമുകളിൽ ഉണ്ടാവുക. അതേപോലെ ഓൺലൈനായിട്ടാണ് നമ്മൾ ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വളരെ പിന്നീട് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് മാർക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ 50 മാർക്കിൻ്റെ ജനറൽ പേപ്പറും ബാക്കിയുള്ളത് CS-ൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ടോപ്പിക്കുകളും ആയിരിക്കും ഇതിനകത്ത് കവർ ആവുന്നത്. ഓക്കെ, അപ്പോൾ CSEB എക്സാമിന് വേണ്ടിയിട്ട് ഏപ്രിൽ 30 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആ സമയത്തിനുള്ളിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. അതിനുവേണ്ടി ഈ ബോർഡ് നമ്പറിൽ നിങ്ങൾ കണക്ട് ചെയ്യുക. അപ്പോൾ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ ലൈവ് സെഷൻസ് ഉണ്ടാകും, റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും നമുക്ക് പോവുക. വീക്ക്ലി ലൈവ് ക്ലാസ്സുകൾ, എക്സാമുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കോഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. സോ നമുക്ക് എത്രയും വേഗം ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എക്സാം വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. സോ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ.